ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫാത്തിമ സിമ്പിൾ റെസിപ്പിയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് ഒരു അരിപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്ക് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഏലക്ക പൊടി, പിന്നെ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര, പിന്നെ ഒരു നുള്ളി ഉപ്പ് ഇത് ആഡാക്കിയിട്ട് നന്നായിട്ട് ഇനി മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഒരു സ്പിഞ്ചായിട്ട് മഞ്ഞൾപ്പൊടി, ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി കളറിന് ഇട്ടിട്ടുണ്ട്, ഓപ്ഷണൽ തന്നെ. അല്ലാണ്ട് നിങ്ങൾക്ക് ഫുഡ് കളറിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഫുഡ് കളർ ആഡാക്കി മതി. എന്നിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു ബെറ്റർ തയ്യാറാക്കി എടുക്കണം. എന്നിട്ട് മാവ് കുഴച്ചെടുക്കേണ്ട നമുക്ക് ബെറ്റർ തയ്യാറാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നന്നായിട്ട് നമുക്ക് മിക്സ് എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലത്തെ ഒരു ബെറ്റർ തയ്യാറാക്കി എടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒരു അരമണിക്കൂർ ഇതിലേക്ക് റെസ്റ്റ് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ. പിന്നെ ബെല്ലൈക്കണിൽ തൊട്ടോ ഓൺലി ക്ലിക്ക് ചെയ്താൽ എല്ലാ വീഡിയോത്തും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൽ കിട്ടും. അപ്പോൾ ഇതേപോലത്തെ നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് വൺ ഡയറക്ഷനിൽ തന്നെ ഇതേപോലത്തെ നന്നായി മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളി മാത്രം നമുക്ക് സോഡപ്പൊടി ആഡ് ആക്കണം കേട്ടോ. ഒരുപാട് സോഡപ്പൊടി ഇതൊന്നും ആഡ് ആക്കാൻ നിൽക്കണ്ട. ഒരു 2 നുള്ളി മാത്രം സോഡപ്പൊടി ഒന്ന് ആഡ് ആക്കിയിട്ട് നന്നെ മിക്സ് ആക്കിയിട്ട് ഒരു 1/4 മണിക്കൂർ ഇതിലേക്ക് റെസ്റ്റ് ആക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് റെസ്റ്റ് ആക്കിയ ശേഷം ഇതിലേക്ക് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, റെസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ബെറ്ററിന്. ഇനി ഇതിലേക്ക് കൂടുതൽ എന്താ പറയുക, ഈ ടെക്സ്ചറിൽ നമുക്ക് മാവ് വേണം കേട്ടോ. ഇതിന് ഒരുപാട് ലൂസായി പോകണ്ട, ഒരുപാട് കട്ടിയായി പോകണ്ട. ഇപ്പോൾ ഈ പരുവത്തിൽ നമുക്ക് മാവ് ബെറ്റർ തയ്യാറാക്കി എടുക്കണം. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾക്ക് തട്ടിക്കടയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അതേ ടെക്സ്ചറും അതേ ടേസ്റ്റും പിന്നെ പെർഫെക്റ്റ് അതേപോലത്തെ നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കുക, അത്രേ സിമ്പിൾ റെസിപ്പിയാണ്. ശരിക്കും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയില്ലേ എല്ലാവരും ചോദിക്കും നിങ്ങൾ ഇത് വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലേ, ഇത് കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ടേസ്റ്റായിട്ട് അതാ ഇവിടെ ഞാനിപ്പോൾ സ്ലൈസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കാൻ വേണ്ടിയിട്ട്, നല്ല പഴുത്ത പഴമാകുമ്പോൾ ഒരുപാട് ടേസ്റ്റ് കൂടി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഓയിൽ ചൂടാക്കാൻ ഇവിടെ ഒരു ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോരോ സ്ലൈസ് എടുത്തിട്ട് നമുക്ക് ഈ ബട്ടറിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് ഈ ബട്ടറിൽ നമുക്ക് ഓയിൽ നല്ല ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരുപാട് കത്തക്കുട്ടിയായിട്ട് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. 2-3 എത്ര പീസ് വരുന്നുണ്ടെങ്കിൽ അതേപോലത്തെ നമുക്ക് അത്രയും ആഡ് ആക്കിയിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ തന്നെ നല്ലൊരു പൊങ്ങി വരും. പിന്നെ നല്ലൊരു പെർഫെക്റ്റായിട്ട് നമുക്ക് നല്ല ഫ്രീലായിട്ട് ഫ്രൈ ആകുമ്പോൾ നമുക്ക് അതേ ടെക്സ്ചറിൽ കിട്ടും. കട്ട പിടിച്ച പോലത്തെ നമുക്ക് ഒന്നും ഒരുപാട് കൂടുതൽ ഓവർ ഫ്ലോർ ആക്കി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേപോലത്തെ നന്നായിട്ട് നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ വരെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ആഡ് ആക്കിയില്ലേ, ഒരു സ്പിഞ്ച് മഞ്ഞൾപ്പൊടി, അതാണ് കളറ് നല്ല അടിപൊളി കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ടെക്സ്ചർ നോക്കിക്കോ. ശരിക്കും നമുക്ക് ഈ കടയിൽ വാങ്ങിയിട്ടുണ്ടല്ലേ അതേ ടെക്സ്ചർ ഉണ്ട്, അതേ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കണ്ട. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പഴംപൂരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഒരു ബ്രഷ് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കൊടുക്കാൻ നിങ്ങൾ മറക്കണ്ട. നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് കൊടുക്കണം. പിന്നെ എന്തായാലും നിങ്ങൾക്ക് ഇഫ്താറിന് റംസാനല്ലേ, ഇപ്പോൾ ഇഫ്താറിന് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാക്കുമല്ലേ. അപ്പോൾ എന്തായാലും സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക, ഒരുപാട് ബുദ്ധിമുട്ടിയതൊന്നുമില്ല, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഇതേപോലത്തെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതേപോലത്തെ ഇനി പുതിയ വീഡിയോയിലേക്ക് നല്ലൊരു അടിപൊളിയായിട്ട് റെസിപ്പി കൊണ്ടുവരാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. സ്റ്റേ ഹാപ്പി.